بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇതിലൂടെ നമ്മൾ ഈ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളെ നമ്മൾ കേട്ടു. അടുത്തൊരു പുതിയ എപ്പിസോഡിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഷസാ ഫാത്തിമ അല്ലേ? ഷസാ ഫാത്തിമ ഒരു മലയാള ഗാനമാണ്. 6ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഷസാ ഫാത്തിമ. MPGUP സ്കൂൾ വടക്കാങ്ങരയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്. നമുക്ക് ഷസാ ഫാത്തിമയുടെ മലയാള ഗാനം ഒന്ന് കേട്ടാലോ? ഇൻഷാ അല്ലാഹ്. ഉമ്മയും ഞാനും തനിച്ചണേ വീട്ടിലുള്ള കരിഞ്ഞുകൊണ്ട് സ്വർണ്ണക്കൂട്ടിൽ ഉപ്പനയോത്തുന്നു നീറുന്ന മട്ടില് നാളുകൾ നീക്കും കാണാൻ കൽബ് കൊതിക്കും. ഒരിക്കലുന്ന കവിളമുത്തി വാണത്തിടുവാൻ കൊതിയായി ഉണങ്ങിയെല്ലും തൊലിയുമായി എൻ്റെ ഉമ്മച്ചിക്കാര തുണയായി പണവും പൊന്നും അയച്ചില്ലേലും വരുന്ന മാസം വരണേ പൊരിഞ്ഞുരുകി മരിക്കും മുമ്പേ കവിളി മുത്തം തരണേ. അറബ് നാട്ടിൽ അകലെയെങ്ങാണ്ടിരിക്കും ബാപ്പാറിയാൻ അകമുരുകി കുരിക്കും മകള് കുറുപാടുണ്ട് പറയാൻ. കുരുന്നു മക്കള് കരഞ്ഞു കണ്ണീരുതിർത്തും കൊണ്ടാണുറക്കം കനവില്ലുപ്പ വിളിക്കുന്നതും നനച്ചുകൊണ്ടെൻ മയക്കം. അമീൻ, ഈ ഒരു പാട്ട് ശ്രദ്ധിച്ചോ? നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഇങ്ങനെ കേട്ടിരുന്നൊരു പാട്ടാണ്. ശരിക്കും ഒരു ഗൾഫിലുള്ള ഒരു ഉപ്പാക്ക് മകളെ എഴുതുന്ന കത്താണല്ലേ? ഈ കത്തിനൊരു പാട്ടാക്കി മാറ്റിയേക്കാണ്. നല്ല അടിപൊളി. അതെ, ഇതിൻ്റെ വരികൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കരമാണ്. കാരണം എന്താ വെച്ചാൽ വിദേശത്തുള്ള, പ്രത്യേകിച്ച് പണ്ട് കാലത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വീഡിയോ കോൾ സംവിധാനമല്ല, ഒന്നുമില്ല, അങ്ങനെ ഫോൺ വിളിക്കാനുള്ള സംവിധാനം ഒന്നുമില്ലാത്ത കാലത്ത് ഒരു കത്തിലൂടെ മാത്രം വിവരങ്ങൾ അറിയുന്ന കാലത്ത് ഉള്ള ഒരു സംഭവം വളരെ മനോഹരമായിട്ട് നമ്മുടെ ഷസാ ഫാത്തിമയുടെ വോയിസ്, അടിപൊളി വോയിസിലൂടെ റെക്കോർഡിങ്ങും അതെ നല്ല കൃത്യമായി ഉഷാറായിട്ട് അത് ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്തത് നമുക്ക് 2 കൂട്ടുകാർ ഒരുമിച്ച് വരികയാണ്. ആണല്ലേ? അതെ, ഇതുവരെ ഓരോരുത്തരായിട്ടായിരുന്നു, സിംഗിൾ ആയിരുന്നു. 2 കൂട്ടുകാർ ചില കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. ആ സംസാരത്തിന് ശേഷം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആ സംസാരം ആദ്യം കേൾക്കാം. ഇൻഷാ അല്ലാഹ്. കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഞാൻ അമ്മാൽ ബിൻ കമീഷ്. ഞാൻ മാത്രം അറിയാം. അൽഹംദുലില്ലാ, ഒരു പെരുന്നാളും കൂടി വന്നല്ലോ. പെരുന്നാൾ രാവ് നിറയും മടക്കിനി ചായ്പ് പെരനിറഞ്ഞീനീം സൊറയിൽ അറകൾ തിങ്ങീനീം ഇറക്കാൻ ചെമ്പ് അട്ടം കയറാൻ തല്ല ഒരുക്കാനുണ്ട് പോരിശ പെരുന്നാൾ ചെമ്പ്. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയിൽ പോണം, പിന്നെ വാപ്പിന്റെ കൂടെ എല്ലാത്തും പോണം. കൊതിയാവുന്നു അല്ലേ താത്ത? ഇൻഷാ അല്ലാഹ് മരെ പെരുന്നാൾ സന്തോഷം പറ. ആ റമളാനിൽ ചെയ്ത കാര്യങ്ങൾ ഇനിയും ഒരുപാട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂട്ടുകാരെ എല്ലാ കുഞ്ഞുങ്ങളുടെ ഈദ് ആശംസകൾ. അസ്സലാമു അലൈക്കും. അമീൻ,
നമ്മൾ ഇവരുടെ പേര് പറഞ്ഞില്ല. ഇല്ല ഇല്ല ഇല്ല, അവര് തന്നെ പേര് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്. ശരിയാണ്, ഒരു വെറൈറ്റി പ്രോഗ്രാമായി മാറി അല്ലേ? അതെ. ഇതിലെന്താ വെച്ചാല് തുടക്കവും അവസാനവും ഭയങ്കര ആക്റ്റീവായിരുന്നു. ഒന്ന് പേര് പറയാനും മറ്റൊന്ന് ഞങ്ങൾ പോവാണ് അസ്സലാമു അലൈക്കും എന്ന് പറയാനും ഭയങ്കര ഉഷാറായിരുന്നു. അമ്മാർ ബിൻ തമീഷ് എന്നാണ് പറഞ്ഞത്. തമീസ് ആണ് ശരിക്കും പേര്. കുട്ടിത്തം വരുമ്പോ തമീഷായി പോയി പേര് പറഞ്ഞപ്പോ. അതേപോലെ മർജാൻ മറിയം പേര് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അത്രയും അടിപൊളിയായി. അതെ, കാരണം ഇത് 5ഉം 3ഉം പ്രായമുള്ള 5 വയസ്സും 3 വയസ്സും അതെ 11 പഠിക്കുന്ന അൽഫിത്ര ഇസ്ലാമിക് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും ഈ പ്രോഗ്രാം സംസാരമാണെങ്കിലും അതിൻ്റെ ഇടയിൽ ചില പാട്ടൊക്കെ മിക്സ് ചെയ്ത് അവർ തന്നെ അയച്ചു തന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ അവർ അത്രയും വലുതായിട്ട് കാണുന്നുണ്ടെന്നാണ്. ശരിയാണ്, ഒരു വെറൈറ്റി ആയി പോയി എന്നുള്ളതാണ്. അതെ, ഇത് മിക്സ് ചെയ്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ചിലപ്പോൾ അവരുടെ രക്ഷിതാക്കളായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. ഏതായിരുന്നാലും നല്ല മനോഹരമായൊരു വെറൈറ്റി പ്രോഗ്രാം തന്നെയായി എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. കാരണം ഒരു പെരുന്നാൾ സുദിനത്തിൽ ഇതിങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് ഓൾറെഡി പെരുന്നാളിൻ്റെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രോഗ്രാം ഇതുപോലെ കേൾക്കുമ്പോൾ ഒരു ഇരട്ടി മധുരം എന്നുള്ള നിലക്കാണ് നമ്മുടെ അമ്മാറിൻ്റെയും മർജാൻ്റെയും ഈ ഒരു പ്രോഗ്രാം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അടുത്തതായിട്ട് നമ്മൾ ആരാണ് നമ്മോടൊപ്പം ഉള്ളത്? ഹാജറ എം ആണ്. ഹാജറ എം മലയാള സോങ് ആണുള്ളത്, മലയാള ഗാനമാണ്. MIHSS പൊന്നാനിയിൽ നിന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാജറ എമ്മിൻ്റെ ഒരു മലയാള ഗാനം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹദിൻ പരീക്ഷണം മലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായി കരിമലരുകളാം ഹസൻ ഹുസൈനെ കണ്ട് കാരാളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വഹ നബിയോടോതി സങ്കടം ത്വഹ നബിയോടോതി സങ്കടം. മോളെ നീ ക്ഷമിച്ചു നോക്ക്, പരീക്ഷണത്തെ ജയിച്ചു കാട്ട്, നാളെ ആ സുബർഗലോകം വരിച്ചിടാനായി സബൂർ കാട്ട്. ഫാത്തിമത്ത് സുഹറ തിരിച്ചു വിട്ട് ഫതഹ് വരിക്കാൻ ഉറച്ച മട്ട് ഫലമത് നാളെ സുഗർഭമേട്ടിൽ ഉപ്പ കൊടുത്ത വാക്കിനൂർജമേ വിജയിച്ചു ഫാത്തിമ കുടുംബമേ. അഹദിൻ പരീക്ഷണം മലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായി കരിമലരുകളാം ഹസൻ ഹുസൈനി കണ്ട് കരാളകം പൊട്ടിക്കരഞ്ഞോ നബിയുടെ പൂമോൾ ത്വഹ നബിയോടോതി സങ്കടം. നമ്മൾ ഈ ചരിത്ര പാഠം പഠിച്ചിടേണം, ജയിച്ചിടേണം, തിങ്കൾ നബി ഉരത്ത മാർഗം വരിച്ചിടേണം, ഗമിച്ചിടേണം, വദയത് റബ്ബിൽ തവക്കുലാക്ക്, വ്യതിചലിക്കാതെ നടന്നു നോക്ക്, വഴിമാറി നിന്റെ ഹലാക്ക്, സബറിൻ പ്രതിഫലങ്ങളേറെയായി സ്വർഗത്തിൻ മാർഗം പൂക്കാൻ. മാഷാ അല്ലാഹ്, ഹാജറ എമ്മിൻ്റെ ഒരു അടിപൊളി ഗാനമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇതുപോലെയുള്ളൊരു പാട്ട് വന്നിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അലി റളിയല്ലാഹുവിന്റെയും. ശരിക്കും ഈ പാട്ട് അന്നത്തെ ഒരു പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒക്കെ അങ്ങേ അറ്റമാണ്. അതിങ്ങനെ വന്നിട്ട് പരാതി പറയുമ്പോൾ അലി റളിയല്ലാഹുവിന് പറയാണ്, നീ ക്ഷമിക്ക്, എന്നാൽ അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് പരിഹാരം. അതായത് അതിന് ഒരു പട്ടിണിക്ക് പരിഹാരമായിട്ട് വിശപ്പടക്കാൻ ഭക്ഷണം അല്ലെങ്കിൽ വീട്ടുജോലിക്ക് ഒരാളെ അങ്ങനെയല്ല, അതായത് ക്ഷമിച്ചാൽ അള്ളാഹിൻ്റെ കൂലിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അന്നത്തെ പരിഹാരം, അതാണ് ക്ഷമിക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ക്ഷമയുടെ ഏറ്റവും വലിയൊരു പാഠം ഒക്കെ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഗാനമാണ് നമ്മുടെ ഹാജറ നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ പാട്ടുകളുമായി നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ്. ഇനി അടുത്ത പ്രോഗ്രാം ആരുടെയെന്ന് നോക്കിയാലോ? അതെ, അസ്ര അൻസാർ ഒരു അറബി ഗാനമാണ്.
1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണല്ലേ? അതെ, അസ്ര അൻസാർ AIEC ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തൊടുപുഴയിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ആ അറബി ഗാനം ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അല്ലാഹ നഹ്മദുഹു ദൗമൻ ബനശ്കുറുഹു على هدايته للدين إيانا وللتغوفه فيه أنه نهج به السلامة في دنيا وأخرانا يا ربي صل على خير الورى وأولى جميع دبيه دين وإخفانا إلهنا إننا عبادك الفقراء طلاب علم لنا لابد أن كان وارزق بجودك يا رحمننا كما بها نفوز بنو. മാഷാ അല്ലാ, നല്ല അടിപൊളി സോങ് അല്ലേ? അതെ, ഒരു കുട്ടിത്തം നിറഞ്ഞൊരു പാട്ട്. അതെ, 1ാം ക്ലാസ്സുകാരിയാണ് നമ്മുടെ അസ്ര അൻസാർ. അതുമല്ല, ഈ അറബി ഗാനം ആലപിക്കുമ്പോൾ, പ്രത്യേകിച്ച് അറബിയിൽ എന്ത് സംസാരിക്കുകയാണെങ്കിൽ, ഇത് പ്രസംഗമാവട്ടെ, സംസാരമാവട്ടെ, ഗാനമാവട്ടെ, അതിൻ്റെ ഒരു ഉച്ചാരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് 1ാം ക്ലാസ്സുകാരിയുടെ ലെവലിൽ നിന്നും നമ്മുടെ അസ്ര അൻസാർ മനോഹരമാക്കിയിട്ടുണ്ട്. യെസ്, ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാ. പെരുന്നാൾ ദിന പ്രത്യേക പ്രോഗ്രാം ഷവ്വാലംബിളി സ്റ്റാർ ക്വസ് മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായിട്ട് നമ്മോടൊപ്പം ഫാത്തിമ നജയാണ് അല്ലേ? ഫാത്തിമ നജ വീണ്ടും ഒരു അറബി ഗാനമാണ്. GUPS പന്തല്ലൂരിൽ നിന്നും 6ാം ക്ലാസ്സുകാരിയാണ്. അതെ, നമുക്ക് ഫാത്തിമ നജയുടെ ഒരു ഗാനം കേൾക്കാം ഇൻഷാ അല്ലാ. صغارنا آمال حياتنا بناتنا أحلام عيالنا صغارنا آمال حياتنا بناتنا أحلام عيالنا حيا حيا يا حكماءنا نحفظ بناتنا من طغيان بلادنا من طغيان بلادنا زادت فتنة نحو بنينا دامت ذلة نحو بناتنا زادت فتنة نحو بنينا زامت ذلة نحو بناتنا شدة غزوة تدمرنا شدة غزوة تدمرنا أنين بنين يظلمونا يظلمونا صغارنا آمال حياتنا بناتنا أحلام عيالنا صغارنا آمال حياتنا بناتنا أحلام عيالنا حيا حيا يا حكماءنا نحفظ بناتنا من طغيان بلادنا من طغيان بلادنا. ഫാത്തിമ നജൻ്റെ അറബി ഗാനം അമീൻ ശ്രദ്ധിച്ചോ? ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മത്സരവേദികളിൽ ധാരാളമായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഫാത്തിമ നജ നമുക്ക് വേണ്ടി പാടി തന്നിട്ടുള്ളത്. അത് ഏറ്റവും യെസ്
പന്തല്ലൂരിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഒരു പക്ഷേ അവളുടെ സബ് ജില്ലാ മത്സരത്തിലും അല്ലെങ്കിൽ സ്കൂൾ തല മത്സരങ്ങളിലൊക്കെ ഈ ഒരു പാട്ടായിരിക്കും പാടിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും. അതെ. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് നജ നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നു. പ്രത്യേകിച്ച് മത്സരവേദികളിൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു മനോഹര ഗാനം ഈ ഒരു ഈദ് സുദിനത്തിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റി എന്നുള്ളത് അൽഹംദുലില്ലാ നല്ല കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ആരാണ് നമ്മോടൊപ്പം ഉള്ളത്? ആയിഷ മിനാസ് ലത്തീഫ് അല്ലേ? മലയാള സോങ്ങുമായിട്ടാണ് വരുന്നത്. അതെ, ഐ കിഡ്സ് ഇന്റർനാഷണൽ സ്കൂളിലെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ആയിഷ മിനാസ് ലത്തീഫ്. അപ്പോൾ മലയാള ഗാനം നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശമേലാപ്പും അമ്പിളിയും ആയിരം താരകളും ആരും മണലും മലനിരയും ആരി വിധത്തിൽ പടച്ചു വെച്ചു, ആരി വിധത്തിൽ പടച്ചു വെച്ചു. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനുരാക്കേ പരമാധികാരം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരം താരകളും ആരും മണലും മലനിരയും ആരി വിധത്തിൽ പടച്ചു വെച്ചു, ആരി വിധത്തിൽ പടച്ചു വെച്ചു. വിജ്ഞാനമാക്കയും റബ്ബിൽ നിന്ന് വികാര വിചാരം കനിഞ്ഞവന് വിശ്വാസമുള്ളിലുറച്ചവന് വിജയ സ്വർഗത്തോ പുറപ്പു തന്നെ. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനുരാക്കേ പരമാധികാരം. ആകാശവീലാപ്പും അമ്പിളിയും ആയിരം താരകളും ആരും മണലും മലനിരയും ആരി വിധത്തിൽ പടച്ചു വെച്ചു, ആരി വിധത്തിൽ പടച്ചു വെച്ചു. മാഷാ അല്ലാഹ്. ആയിഷ മിനാസ് ലത്തീഫിൻ്റെ ഗാനം എങ്ങനെയുണ്ട്? നമ്മുടെ അടിപൊളി, ഉഷാറായിട്ടുണ്ട് അല്ലേ? അടിപൊളി. ഈ പാട്ട് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ആയിഷ. അപ്പോൾ അവൾ പാടുമ്പോൾ ഈ പാട്ടിൻ്റെ അവസാനത്തിൽ ഈ നീട്ടുന്ന സ്ഥലത്തൊക്കെ ഉണ്ട് ഈ പാട്ടിന് ഈ ചില നിമ്നോന്നതികൾ ഉണ്ടാവും. അതായത് ചില പാട്ട് ഇങ്ങനെ ഒരു എന്താ ശ്രുതി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്. ഈ സാധനമൊക്കെ നമ്മുടെ ആയിഷ മിനാസ് ലത്തീഫ് കുറച്ചൊക്കെ മനോഹരമാക്കി അവതരിപ്പിച്ചു എന്നാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം അതെ, ആ ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു വോയിസും നമ്മുടെ ആയിഷ മിന ലത്തീഫിനുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റും. ഏതായിരുന്നാലും നമ്മുടെ പെരുന്നാൾ സുദിനം ഇരട്ടി മധുരമെന്നോണം നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മോടൊപ്പം ആരാ? നമ്മളൊപ്പം ചേരുന്നത് ഹലീമ സക്കീറാണ്. ഹലീമ സക്കീർ അല്ലെ? അൽഫിത്ര സ്കൂൾ പറലിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ഗ്രേഡ് 2 പഠിക്കുന്ന ഹലീമ സക്കീർ എന്ത് പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്? മലയാളം സോങ് ആണ് അവതരിപ്പിക്കുന്നത്. അതെ, മലയാള ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നു ഹലീമ സക്കീർ. അത് കേട്ടിട്ട് തിരിച്ചു വരാം. ഹസ്വമാണി ജീവിതം നശ്വരമീ ലോകവും, ഹസ്വമാണി ജീവിതം നശ്വരമീ ലോകവും. മുസാഫിറാണി ഭൂമിയിൽ മുഅ്മിനായി നാം മാറണം, മുസാഫിറാണി ഭൂമിയിൽ മുഅ്മിനായി നാം മാറണം. പാരിനൊടിയോനോദിടും പാതയിലെന്നും നീങ്ങിടാം, പാപഭാരം കഴുകിടാം, തൗബ ചെയ്തു മടങ്ങിടാം. ഹ്രസ്വമാണീ ജീവിതം നശ്വരമീ ലോകവും, ഹ്രസ്വമാണീ ജീവിതം നശ്വരമീ ലോകവും. പിറന്നു നാം
നാമേ ഭൂവിതിൽ പുടുന്നുമേ മണ്ണിതിൽ നിനച്ചിരിക്കാൻ നേരമിൽ പുടന്നു പോകും നമ്മളും പിറന്നു നാമേ ഭൂവിതിൽ പുടുന്നുമേ മണ്ണിതിൽ നിനച്ചിരിക്കാൻ നേരമിൽ പുടന്നു പോകും നമ്മളും പിരിഞ്ഞു പോകും നേരമിൽ കൂട്ടെന്ന മലകൾ മാത്രമാ പിരിഞ്ഞു പോകും നേരമിൽ കൂട്ടെന്ന മലകൾ മാത്രമാ കൈ ഉയർത്തി കേണിടാം ഞാൻ തമ്പുരാനെ കാക്കണേ കൈ ഉയർത്തി കേണിടാം ഞാൻ തമ്പുരാനെ കാക്കണേ എന്നും എന്നെ നേർവഴിയിൽ ചേർക്കണേ യാ റഹീമേ ചേർക്കണേ യാ റഹീമേ ചേർക്കണേ യാ റഹീമേ ഹ്രസ്വമാണീ ജീവിതം നശ്വരമീ ലോകവും ഹ്രസ്വമാണീ ജീവിതം. ചില പാട്ടുകൾക്ക് ഒരു പ്രസംഗം ഒരു മണിക്കൂർ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ 5 മിനിറ്റ് പാട്ടിന് ചിലപ്പോൾ അതിനേക്കാൾ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പാട്ടാണ് ശരിക്കും ഹലീമ സക്കീറിൻ്റെ ഒരു പാട്ടിലുള്ളത്. ഹ്രസ്വമായ ജീവിതം, നശ്വരമായ ഈ ഇഹലോകം, ഈ ജീവിതത്തിൽ അല്ല നമ്മൾ വിജയിക്കേണ്ടത്, വരാനിരിക്കുന്ന പരലോക വിജയത്തിലാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത് എന്നുള്ള ഒരു വലിയ വിഷയത്തെ ഏറ്റവും മനോഹരമായിട്ട് പാടിത്തന്നു നമ്മുടെ ഹലീമ സക്കീർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഗ്രേഡ് 2 പഠിക്കുന്ന കുട്ടിയാണ് അവൾ. ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു പാട്ടിനെ അവതരിപ്പിച്ചു എങ്കിൽ വരും ഭാവിയിൽ ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് വീണ്ടും നല്ല നല്ല പാട്ടുകളുമായിട്ട് പീസ് റേഡിയോടൊപ്പം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഏതായാലും മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ആരാണ് നമ്മോടൊപ്പം? കൊച്ചു കൂട്ടുകാരിയിലേക്കാണ് പോണത്. അതെ അല്ലേ? അതെ. ഫാത്തിമ കെൻസ പന്നൂർ ഈസ്റ്റ് AMLP സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ കെൻസ. വീണ്ടും ഒരു മലയാള ഗാനം കേൾക്കാം നമുക്ക്. അസ്സലാമലൈക്കും. എന്നും എന്നും ഗലബിൽ ഒരു വീശും നബിയല്ലേ, എന്നും എന്നും ഗലബിൽ ഒരു വീശും നബിയല്ലേ, നേരിന്റെ ബാലബിസാൻ നേരാവിന്റെ മാലല്ലേ, നേരാവിന്റെ മേരവലസാൻ നേരാവിന്റെ മടലല്ലേ, എന്നും എന്നും ഗലബിൽ ഒരു വീശും നബിയല്ലേ, ഒന്നും എന്നും ഗലബിൽ ഒരു വീശും നബിയല്ലേ. അമീൻ. ഈ ചില കുട്ടികൾക്ക് സ്കൂളിലൊക്കെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഈ ഹാജർ വിളിക്കുന്ന സമയത്ത് പേര് തെറ്റിയാൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് പേര് തെറ്റിയാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ പറയും സാറേ എൻ്റെ പേരതല്ല എന്ന് പറയാറുണ്ട് ചില കുട്ടികൾ. അതേപോലെ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട്. മോളെ പേര് ഫാത്തിമ കെൻസ എന്നാണ്, നമ്മൾ വായിച്ച ഫാത്തിമ എന്നല്ലേ? അതെ. അപ്പോൾ ഇനി നമ്മുടെ ഫാത്തിമ കെൻസക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മളത് സൂചിപ്പിച്ചത്. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, പേര് തെറ്റി വായിച്ചാൽ അത് ഭയങ്കരമായിട്ട് അല്ലേ, ഒരു തമാശ രൂപത്തിലുള്ളതാണെങ്കിൽ പോലും ചില കുട്ടികൾക്ക് അതെന്തുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫാത്തിമ മോളെ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അവൾ. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് തന്നെയാണ്. ആരാണ് അടുത്തതായിട്ട്? യഹിയ അഫ്ഫാനാണ്. യെസ്, യഹിയ അഫ്ഫാൻ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. നല്ലൊരു മലയാളം സ്പീച്ചുമായിട്ടാണ്. അതെ, വിദ്യാസദനം മോഡൽ സ്കൂളിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാതാപിതാക്കൾ തണൽ മരങ്ങൾ എന്ന വളരെ പ്രസക്തമായ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പ്രായമായ രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ട യുവസമൂഹം അവർക്ക് തണലായി അവരുടെ കൂടെ നിൽക്കേണ്ടതിനു പകരം അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയോ ചെയ്യുന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ മക്കളുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുന്ന മാതാപിതാക്കളുടെ ദയനീയ ചിത്രവും വാർത്തയാകാറുണ്ട്.
പലപ്പോഴും ഇത്തരം വാർത്തകളിൽ പ്രതികളായി പിടിക്കപ്പെടുന്നത് മുസ്ലിം നാമധാരികളായ മക്കളാണ് എന്നതാണ് നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം. കാരണം പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയും തൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു നടപടികളിലും പ്രവേശിക്കുകയില്ല. എന്നു മാത്രമല്ല, ആയുസ്സുള്ള കാലത്തോളം മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും അതീവ താല്പര്യത്തോടെ ഇടപെടാൻ വിശ്വാസികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സൂര്യന്റെ കഠിനമായ ചൂട് സ്വയം ഏറ്റുവാങ്ങി തന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം തണൽ നൽകാൻ ഒരു വൃക്ഷത്തിന് സാധിക്കുന്നത് പോലെ ധാരാളക്കണക്കിന് പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മക്കൾക്ക് എളുപ്പമുണ്ടാകാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ് എല്ലാ രക്ഷിതാക്കളും. ചോര പൈതലായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് മുതൽ സ്വയം പര്യാപ്തത ലഭിക്കുന്നതുവരെ മക്കളുടെ സർവ്വകാര്യങ്ങളിലും സജീവ ശ്രദ്ധ പുലർത്തുന്ന കാരുണ്യത്തിന്റെ പ്രതീകങ്ങളാണ് ഓരോ മാതാപിതാക്കളും. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ബാധ്യത കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യർ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കളോടാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ആവർത്തിച്ച് ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തു നിസായിലെ 36 ഇങ്ങനെ കാണാം: വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. നോക്കൂ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തിന് തൊട്ടു പിന്നാലെ അള്ളാഹു കൽപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ്. സൂറത്തുൽ അഹ്കാഫിന്റെ 15 ഇങ്ങനെയാണ് റബ്ബ് ഉണർത്തിയത്: ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها. തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ചുമക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അവനെ പ്രസവിക്കുകയും ചെയ്തു. മാഷാ അല്ലാഹ്, നമ്മുടെ ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോഴേ ഒരു 5ാം ക്ലാസ്സുകാരൻ്റെ ഭാഷയല്ല ഇത്. അതിന് മുകൾക്ക് പോയോ എന്നൊരു സംശയം. അതെ, യഹിയ അഫാൻ കാരണം എന്ന് വെച്ചാൽ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇതിൻ്റെ പ്രസംഗത്തിൻ്റെ കോർവ, അതായത് ഓരോ വാക്കുകളും ഘടിപ്പിച്ച് വെച്ച രീതി എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അവൻ നല്ല ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല കണ്ടന്റ് ഉണ്ട്. അത്യാവശ്യം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉൾപ്പെടുത്തി മാതാപിതാക്കളെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ശ്രോതാക്കൾക്ക് ചില വലിയ മെസ്സേജുകൾ ചെറിയ പ്രായത്തിൽ അവന് നൽകാൻ പറ്റി എന്നുള്ളതാണ് ഈ പ്രസംഗം നമ്മളോട് പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അല്ലേ, മനോഹരമായിട്ട് നമ്മുടെ ചെറിയ പെരുന്നാൾ ദിവസം അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ വിശ്വാസികൾ ആഘോഷിക്കുന്ന സമയമാണ്. എന്നാൽ കൂടി ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ അത്ര തന്നെ സന്തോഷകരമല്ലാത്ത വാർത്തകളുമുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പശ്ചിമേഷ്യ ഈ സ്ഥലങ്ങളിൽ നടക്കുന്ന യുദ്ധവും അതുപോലെ തന്നെ തൊട്ടടുത്ത് വരെ നമ്മുടെ ഗസയിലെ കുട്ടികളും ഒക്കെ വളരെ പ്രയാസത്തിൻ്റെ വക്കിലാണ്. അവർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ സന്തോഷം പോലെ അവർക്കും സന്തോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ശവ്വാലമ്പളി പെരുന്നാൾ ദിന പ്രത്യേകദിന സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയ എപ്പിസോഡിൽ ശ്രദ്ധയോടെ കേട്ടിരിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.